ഇനി മുതൽ USS ഇല്ല. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ UP. അതാണ് ഇനി മുതൽ USSന്റെ പേര്. ഈ എക്സാം റിലേറ്റഡ് ആയിട്ട് പല മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് എക്സാമിൻ്റെ ഡേറ്റ്, എക്സാമിൻ്റെ സിലബസ്, എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ, മാത്രമല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. സോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കേരള ഗവൺമെന്റിന്റെ പുതിയൊരു വിജ്ഞാപനം വന്നിരുന്നു നമ്മുടെ USS എക്സാം റിലേറ്റഡ് ആയിട്ട്. കംപ്ലീറ്റ് അതിന്റെ പേര് തന്നെ മാറ്റിയിട്ടുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് UP എന്നാണ് അതിന്റെ ആക്ച്വൽ നെയിം. അപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, കംപ്ലീറ്റ് മാറ്റങ്ങളാണ്, അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എക്സാമിന്റെ ഡേറ്റ്, സിലബസ്, എക്സാമിന്റെ സ്ട്രക്ചർ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്തൊക്കെയാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ ആർക്കാണ് കിട്ടുക, അതുപോലെ തന്നെ എലിജിബിലിറ്റി, ഈ USS എക്സാം ആരാണ് പാസ്സാവുക എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പറയാൻ പോവുകയാണ്. സോ ആദ്യം തന്നെ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്ന് നിങ്ങൾക്കറിയാം. ഈ വരുന്ന അടുത്ത വർഷം 2026 ഫെബ്രുവരി 26-നാണ് നമ്മുടെ എക്സാം വരുന്നത്, വ്യാഴാഴ്ചയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പർ വരുന്നത് 10 മണി മുതൽ, രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് അതിൻ്റെ സമയം. സെക്കൻഡ് പേപ്പർ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 മണി വരെയാണ് അതിൻ്റെ എക്സാക്റ്റ് സമയം വരുന്നത്. മാത്രമല്ല അതിൻ്റെ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, മിക്കവാറും നിങ്ങളുടെ സ്കൂളിൽ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ എയ്ഡഡ് അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം, ആക്ച്വലി നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റും ഫോർമേറ്റീവ് അസസ്മെൻറ്റിലും ഒക്കെ കംപ്ലീറ്റ് A ഗ്രേഡ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ കലാകായിക പ്രവൃത്തി പരിചയ, ഗണിതശാസ്ത്ര, അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രം, അതായത് കലോത്സവത്തിലൊക്കെ അതുപോലെ തന്നെ മറ്റു കോകരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ നല്ല രീതിയിൽ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും 2 പേപ്പറുകൾക്ക് B ഗ്രേഡ് ആയി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ സിലബസ് ആണ് ഏറ്റവും വ്യക്തമായിട്ട് അറിയേണ്ട ഒരു സംഭവം. ഇത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും, സിലബസ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 2025-26 അധ്യയന വർഷത്തെ 7ാം ക്ലാസ്സിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ജനുവരി 31 വരെ, നോക്കണേ, ജനുവരി 31 വരെയുള്ള നമ്മുടെ കംപ്ലീറ്റ് സിലബസിൽ നിന്നും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. ഓക്കെ, മാത്രമല്ല അതുപോലെ തന്നെ അതിൽ പിന്നെ നമ്മുടെ പാഠഭാഗത്തു നിന്ന് മാത്രമല്ല 7ാം ക്ലാസ് വരെ കുട്ടി നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ, അതായത് കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സിലബസിൽ നിന്നൊക്കെ എന്തുണ്ടാക്കും, ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് റെസ്പോൺസ് ഐറ്റംസ്, അതായത് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന ടൈപ്പ്, അതായത് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഫസ്റ്റ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. മാച്ചിങ് ടൈപ്പ്, അതായത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒന്നിലധികം ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാൻ, അതായത് കറക്റ്റ് ആൻസർ അല്ല നമ്മൾ എന്താക്കേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത് ബെസ്റ്റ് ആൻസർ ആണ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും, ആ ഓപ്ഷനിൽ തന്നെ 4 ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു പാറ്റേൺ ആണ് ഇപ്രാവശ്യത്തെ സിലബസ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഓക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ തരത്തിൽ നിന്ന് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ലെവലുള്ള എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് ഇത് പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നു പോരുത്. നമുക്ക് നോക്കാം, കംപ്ലീറ്റ് നോക്കാം. നമ്മുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി, അതുപോലെ തന്നെ അറിവുകളുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നതിനുള്ള ശേഷി, അതായത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു സ്കില്ല് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അനലിറ്റിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ പിന്നെ നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട് എന്നൊക്കെ രീതിയിലുള്ള നമ്മുടെ കഴിവുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗണന ചിന്തയും മാനസിക ശേഷിയും, അതായത് കോമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതായത് മെൻ്റൽ എബിലിറ്റി നമ്മുടെ NMSനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെൻ്റൽ എബിലിറ്റി. അതായത് നമ്മളെ പിന്നെ PSCക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മെൻ്റൽ എബിലിറ്റി. മാത്സ് പോലെ തോന്നുമെങ്കിലും അത് മെൻ്റൽ എബിലിറ്റിയാണ്, നമ്മളെ ചിന്തിക്കാനുള്ള പവർ ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ വാല്യൂ ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതായത് മൂല്യം, നമ്മുടെ വാല്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സയൻസ്, GK, അതുപോലെ തന്നെ ആർട്സ്, ഹെൽത്ത്, അതുപോലെ തന്നെ സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള പല നമ്മുടെ IT വിദ്യ, അതായത് IT ലെവൽ, കമ്പ്യൂട്ടർ ലെവലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്താക്കും ഇപ്രാവശ്യത്തെ സിലബസിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വായനാ സാമഗ്രികൾ, എക്സ്ട്രാ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കിലും അതിൻ്റെ ആക്ടിവിറ്റികളും അതൊക്കെ ഉണ്ടാവും. എക്സ്ട്രാ റീഡിംഗ്, അതിൽ നിന്നൊക്കെ നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. സിലബസ് പറഞ്ഞാൽ എക്സാക്റ്റ് ടെക്സ്റ്റ് മാത്രമല്ല, ടെക്സ്റ്റിൽ തന്നെ എക്സ്ട്രാ റീഡിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതിലുള്ള ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇതൊക്കെ ഉണ്ടായിരിക്കും.
ഇനി പലപ്പോഴുള്ള ഡൗട്ടാണ്, ഇനി ഇംഗ്ലീഷിൽ മാത്രമാണോ മലയാളത്തിൽ മാത്രമാണോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? രണ്ടിലും ചോദ്യങ്ങൾ മലയാളത്തിലും ഉണ്ടാവും, ഇംഗ്ലീഷിലും പ്രത്യേകമായിട്ട് നൽകുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ ഇംഗ്ലീഷിലുണ്ടാവും കേട്ടോ. ആൻഡ് 4 ആൽഫ കോഡുകളായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടാവുക. അതായത് നിങ്ങളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ 4 ആൾക്കാരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം ക്വസ്റ്റ്യൻസ് അതുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ പാറ്റേൺ ഒക്കെ മാറ്റുണ്ടായിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ബി ആൽഫ കോഡ് കിട്ടുന്ന ആളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. ആ ഒരു ലെവൽ ഉണ്ടായിരിക്കും, അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇനി എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞു 2 പേപ്പർ ഉണ്ടാവുക. ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടാവുക 1ാം ഭാഷയും അതുപോലെ തന്നെ മാത്സുമാണ്. ഇതിൽ തന്നെ 3 പാർട്ടുണ്ട്. പാർട്ട് എയിൽ 1ാം ഭാഷ മലയാളം, കന്നഡ, തമിഴ്, അറബി, ഉറുദു, സംസ്കൃതം, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്ത് അത്. ആൻഡ് പാർട്ട് ബിയിൽ നമ്മുടെ മെയിൻ ഭാഷ മലയാളം. മിക്കവാറും എല്ലാവരും മലയാളമാണല്ലോ. ഇതിൽ ചില ആൾക്കാർ കന്നഡ, തമിഴൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അവർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. മിക്കവാറും നമ്മൾ ഈ വീഡിയോ കാണുന്ന മിക്കവാറും മലയാളം സെലക്ട് ചെയ്തവരായിരിക്കും. ഓക്കെ. ആൻഡ് പാർട്ട് സിയിൽ നമ്മുടെ മാത്സും അതുപോലെ തന്നെ മാനസിക ശേഷി, വിച്ച് മീൻസ് മെൻ്റൽ അബിലിറ്റി ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് 6ഓളം ക്വസ്റ്റ്യൻ, നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 6ഓളം ക്വസ്റ്റ്യൻസ് മെൻ്റൽ അബിലിറ്റിയിൽ നിന്നുണ്ട്. ഇപ്രാവശ്യം നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രാക്ടീസ് നമ്മൾ സെറ്റാക്കണം. യെസ്. ആൻഡ് സെക്കൻഡ് പാർട്ട്, 2ാമത്തെ പാർട്ട് 2 പേപ്പറിൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ശാസ്ത്രം, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഇതിലും 3 പാർട്ടുകളുണ്ട്. പാർട്ട് എയിൽ ഇംഗ്ലീഷ്, പാർട്ട് ബിയിൽ ബേസിക് സയൻസ്. ബേസിക് സയൻസിൽ തന്നെ ഹെൽത്ത്, അതുപോലെ തന്നെ സ്പോർട്സ്, എഡ്യൂക്കേഷൻ, തൊഴിൽ, ഉദ്ഗ്രഥിത, വിദ്യാഭ്യാസം, വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ആ ഒരു പല മേഖലയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ബേസിക് സയൻസിൻ്റെ അടിയിൽ വരുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ സയൻസിലാണ് വരുന്നത് നമ്മുടെ GK, ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. വിച്ച് മീൻസ് GK ആണ്. GK നമ്മൾ എന്താക്കണം, നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. കണ്ടംപററി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റാക്കാണ്ട് നമുക്ക് റെഡിയാക്കാം. കൂടാതെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓരോ സബ്ജക്റ്റിനും ഓരോ സെക്ഷനും എത്ര മാർക്കുകളാണ് ഉണ്ടാവുക, എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക നോക്കുന്നുണ്ട്. യെസ്, നോക്കുക. ഫസ്റ്റ് പേപ്പറിൽ നിങ്ങളുടെ പാർട്ട് എയിൽ നമ്മുടെ മലയാളം അല്ലെങ്കിൽ അറബി, ഉറുദു സെലക്ട് ചെയ്ത ആൾക്കാർ, സംസ്കൃതം സെലക്ട് ചെയ്ത ആൾക്കാർക്ക് 15 ക്വസ്റ്റ്യൻ ആയിരിക്കും, 15 മാർക്ക്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പല സബ്ജക്റ്റുകൾക്കും 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 10 മാർക്കാണ് കിട്ടുക. അതല്ല, എത്രയാണോ ക്വസ്റ്റ്യൻ അത്രയും മാർക്ക്, സെയിം മാർക്കാണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, ആ ലെവലിലാണ് ഇപ്രാവശ്യം ഉള്ളത്. എല്ലാം സെയിം തന്നെ. പാർട്ട് ബിയിൽ മലയാളം, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഷ മലയാളം, അതിന് 15 ക്വസ്റ്റ്യൻ, 15 മാർക്ക്. ഇനിയാണ് പാർട്ട് സിയിൽ ആക്ച്വലി മാത്സും മെൻ്റൽ അബിലിറ്റിയും 20 ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 20 മാർക്കുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 6 ചോദ്യങ്ങൾ നമ്മുടെ മെൻ്റൽ അബിലിറ്റി റിലേറ്റഡ് ആയിരിക്കും. മെൻ്റൽ അബിലിറ്റിയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ മാത്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബാക്കിയുള്ള സബ്ജക്റ്റിനെ കമ്പാരിറ്റീവ്ലി 5 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ട്, സെറ്റാക്കാം. പേപ്പർ 2ലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇംഗ്ലീഷിന് 15 ക്വസ്റ്റ്യൻ, 15 മാർക്ക്. ബേസിക് സയൻസിന് 15 ക്വസ്റ്റ്യൻ, 15 മാർക്ക്. ആൻഡ് സോഷ്യൽ സയൻസിന് 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 20 മാർക്ക്. നമ്മുടെ 6 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ്? നമ്മുടെ GKയിൽ നിന്നാണ്. GK നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ടോട്ടൽ 50-50, ഒരു പേപ്പറിന് 50, മറ്റേ പേപ്പറിന് 50, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 രാവിലത്തെ പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയും കൂടി 50-50, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ പാർട്ടിനും എന്താക്കണം, ഉത്തരം എഴുതണം. അതായത് കഴിഞ്ഞ പ്രാവശ്യം 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 15 എണ്ണം എഴുതിയാൽ മതി. 15 എണ്ണം ഉണ്ടാവും, 10 എണ്ണം എഴുതിയാൽ മതി. അങ്ങനത്തെ ഉണ്ടായിരുന്നു USSന്. ഇപ്പം ഇതിലേക്ക് CM സ്കൂൾ സ്കോളർഷിപ്പ്, കിഡ്സ് സ്കോളർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എല്ലാത്തിനും ഉത്തരം എഴുതണം എന്നുള്ള ലെവലിലേക്കാണ്. ഒരു ചോദ്യത്തിന് 1 സ്കോർ വീതമാണ്, പരമാവധി സ്കോർ 100 പേപ്പർ. ഓൾറെഡി പറഞ്ഞു. ഓക്കെ. ഒരു പേപ്പറിന് ഉത്തരം എഴുതുന്നതിനുള്ള സമയം 105 മിനിറ്റാണ്. ഒരു പേപ്പറിന് 105 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് പുറമെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ 15 മിനിറ്റ് സമാശ്വാസ സമയം, വിച്ച് മീൻസ് കൂൾ ഓഫ് ടൈം. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ബാക്കി 105 മിനിറ്റ് ആണ് ഉണ്ടായിരിക്കുക. 105 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഇപ്രാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ എബിലിറ്റി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്തിട്ട് വേണം ചെയ്യേണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കണം, മാക്സിമം സമയം കുറച്ച് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഓരോ വിഷയത്തിലും അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്ന ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. വിച്ച് മീൻസ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ ബേസിക്കായിട്ട് നമ്മൾ 7ാം ക്ലാസ് വരെ അറിഞ്ഞിരിക്കേണ്ടതിൽ നിന്നും അതിൻ്റെ ഉന്നത ശേഷി നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, അല്ലാത്ത ക്വസ്റ്റ്യൻസും നമുക്ക് എന്താക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം.
പിന്നെയുള്ളൊരു കാര്യം സാമൂഹ്യശാസ്ത്രത്തിൽ നിന്ന്, അതായത് നമ്മുടെ സോഷ്യൽ സയൻസിൽ നിന്ന് നമ്മൾ GK ഉണ്ടായിരിക്കും, മാത്സിൽ നിന്ന് മെൻ്റൽ എബിലിറ്റി ഉണ്ടായിരിക്കും. ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം, ഈ രണ്ട് സംഭവം GK ആൻഡ് മെൻ്റൽ എബിലിറ്റി. ആൻഡ് ഫസ്റ്റ് പേപ്പറിൽ നിന്ന്, ഒന്നാമത്തെ പേപ്പറിൽ നിന്ന്, ഇതിൻ്റെ സീരിയൽ നമ്പറാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് പേപ്പറിൽ 1 മുതൽ 15 വരെ ക്രമ നമ്പർ ആയിരിക്കും നമ്മുടെ ഭാഷ. അതുപോലെ തന്നെ പാർട്ട് പിയിൽ അതിൻ്റെ 16 മുതൽ 30 വരെ, 31 മുതൽ 50 വരെ ആയിരിക്കും പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ സീരിയൽ നമ്പർ പറയാണ്. പേപ്പർ 2ലും അതുപോലെ തന്നെ 1 മുതൽ 15 വരെ ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ തന്നെ 16 മുതൽ 30 വരെ എന്തായിരിക്കും ബേസിക് സയൻസ്, 31 മുതൽ 50 വരെ ആയിരിക്കും സോഷ്യൽ സയൻസ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ക്രമ നമ്പറാണ് പറയുന്നത്. പിന്നെ പലരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഇതിന് റീവാലുവേഷൻ ഉണ്ടാവുമോ? ഇത് ആക്ച്വലി MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ടാവില്ല, പുനർമൂല്യനിർണ്ണയം, വിച്ച് മീൻസ് റീവാലുവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ ഇത് ആരൊക്കെയാണ് പാസ്സാവുക എന്നുള്ളത് പലപ്പോഴും ചോദിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഒരു നിശ്ചിത പെർസെൻറ്റേജിൻ്റെ മുകളിൽ മാർക്ക് കിട്ടുന്ന എല്ലാവരെയും USSഉം LSSഉം കിട്ടിപ്പോന്നിരുന്നു. പക്ഷേ ഇനി മുതൽ അതില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും ടോപ്പ് മാർക്കുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ചിലപ്പം ജില്ലാടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലായിരിക്കാം. ഇത്രയും മാർക്കുള്ള ഇത്രയും ആൾക്കാർ മാത്രമേ പാസ്സാവൂ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, USS അല്ലെങ്കിൽ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് മാറ്റിയിട്ടുണ്ട്. വിച്ച് മീൻസ് ശരിക്കും ഇതിൻ്റെ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ക്വാളിറ്റി ഉയർന്നു തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അത്രയും വിജയികൾ ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രകാരം ഇതിൻ്റെ മൂല്യനിർണ്ണയത്തിന് ശേഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിലുള്ള പരീക്ഷാ ബോർഡ് നിശ്ചയിക്കുന്നതാണ്. സോ അതിൻ്റെ കട്ട് ഓഫ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനിക്കുക. നിശ്ചിത ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം, നല്ല രീതിയിൽ പഠിക്കാം. ഇനി പ്രതിഭാധനർ, ആക്ച്വലി ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ആരാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ? ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന കേരളത്തിലെ 40 കുട്ടികളെയാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. 40 കുട്ടികൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ സെലക്ട് ചെയ്യും? ഏറ്റവും ടോപ്പുള്ള 40 കുട്ടികളെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിട്ട് പ്രഖ്യാപിക്കും. ആ 40 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് അതിലെന്തുണ്ട്, നമ്മുടെ ജനറൽ വിഭാഗത്തിൽ നിന്ന് 30 ആളെ സെലക്ട് ചെയ്യും. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തുണ്ട്, ഇതനുസരിച്ചാണ്, നമ്മുടെ കാസ്റ്റ് അനുസരിച്ചാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ 30 ജനറൽ, അതുപോലെ തന്നെ OBCയിൽ നിന്ന് 2 ആൾക്കാർ, OEC 2, SC 2, ST 2, CWSN എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ നിന്ന് 2, അങ്ങനെ ടോട്ടൽ 40 ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുക. ഇനി OBCയിൽ 2 ആൾക്കാർ ഇല്ലെങ്കിൽ OECയിൽ സെലക്ട് ചെയ്യും. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരെ എന്താക്കും, താഴ്ന്ന് സെലക്ട് ചെയ്യും. എന്നിട്ട് അതിലും ഇല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന്, ഓപ്പൺ വിഭാഗത്തിൽ നിന്ന് സെലക്ട് ചെയ്യും. അങ്ങനെ എന്തായാലും ഒരു 40 ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടായിരിക്കും. എല്ലാവരും ആകില്ല, ഒരു 40 ആൾക്കാർ ഗിഫ്റ്റഡ്, നിങ്ങൾ ആ ഒരു ഗിഫ്റ്റഡ് ചിൽഡ്രനിൽ ഉൾപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, OMRL രജിസ്റ്റർ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, സെറ്റ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയും കൃത്യമായി ബബിളുകളിൽ തന്നെ കറുപ്പിക്കുകയും ചെയ്യണം. അതിനൊരു മോഡൽ സാധനം നമ്മൾ കാണിക്കാം. നിങ്ങൾക്ക് ബബിളിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് അങ്ങോട്ടും മാറിയാൽ ഒന്നിലധികം 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും, 4 റൗണ്ട് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നിലെ ബബിൾ ചെയ്യാൻ പറ്റും, മറ്റേതിൽ ഒരു വര പോലും വരച്ചു പോയാൽ നിങ്ങളുടെ മാർക്ക് പോവും, അസാധുവാകും. അതുകൊണ്ട് അത് കറക്റ്റ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ നമ്പർ ഉണ്ടാകും, നിങ്ങളുടെ പേരുണ്ടാകും, അതൊക്കെ എഴുതുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിക്കുക. OMRL മീഡിയവും ഭാഷയും തെറ്റുകൂടാതെ കൃത്യമായ ബബിളുകളിൽ തന്നെ കറുപ്പിക്കണം. നിങ്ങളുടെ മീഡിയം ഏതാണ്, ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നുള്ളത് കറക്റ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പാർട്ടാണെന്നുള്ളതൊക്കെ കറക്റ്റ് സെറ്റാക്കുക. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള USSൻ്റെ ഒരു മോഡലാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ റോൾ നമ്പർ കണ്ടോ, ഇവിടെ 228831 എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്തല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഈ തെറ്റിടുക അല്ലെങ്കിൽ ശരിയിടുക അങ്ങനെയല്ല. 2 ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് അസാധുവാകും. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെറ്റിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. ഏത് സെറ്റാണ്, ABCD 4 സെറ്റായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ലാംഗ്വേജ് ഏതാണ്, മീഡിയം ഏതാണ് എന്നുള്ളതൊക്കെ അതിൽ സെറ്റാക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സൈലത്തിൻ്റെ 7ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട്, ആക്ച്വലി USSന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു വാട്സപ്പ് ചാനൽ സെറ്റാക്കിയിട്ടുണ്ടാവും. വാട്സപ്പ് ചാനലിൻ്റെ ഒരു QR കോഡാണ്. ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താക്കാം, വാട്സപ്പ് ചാനൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡെയിലി ഇതുപോലത്തെ ധാരാളം പോൾ ക്വസ്റ്റ്യൻ മീൻസ് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന അതേ ഫീൽഡിൽ USS എക്സാം എഴുതുന്നത് പോലുള്ള ഫീൽഡ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അത് ചെയ്ത് നോക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടും. കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ധ്രുവ ബാച്ച്, ഈ ഒരു USSൻ്റെ ധ്രുവ ബാച്ച് ഫ്രീ ആയിട്ട് ധ്രുവ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിലെ ലിങ്ക് നമുക്ക് എന്താക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ
മാത്രം അറിഞ്ഞാൽ മതിയോ? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിച്ചു കൊടുക്കുക. എല്ലാവരോടും പറയാം, നമുക്ക് സെറ്റാക്കാം. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ സിലബസ് ആണെന്ന് പറഞ്ഞു. ആ സിലബസ് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് ഉണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇത്രയും സ്പെസിഫിക്കേഷനാണ് നമ്മുടെ ബാച്ചിനുള്ളത്. അപ്പോൾ പ്രത്യേകം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായിരിക്കും. ആ സംശയങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മാത്രമല്ല, ഈ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ആൾക്കാരോ ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റാൾക്കാരൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് എന്താക്കുക, ജസ്റ്റ് ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. ഇതിൻ്റെ കംപ്ലീറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിജ്ഞാപനത്തിന് കൂടെ നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്താക്കാം, ക്ലിയർ ചെയ്യാം. ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. ഓക്കെ, താങ്ക് യു.